എല്ലാവർക്കും നമസ്കാരം. ആയുർപദ്മയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഡോക്ടർ ശീതൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ചെയ്യാൻ പോകുന്ന വീഡിയോൻ്റെ മുൻകൂട്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് കുറച്ച് നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്തത് ഹോട്ട് ഓയിൽ ഹെയർ മസാജിനെ കുറിച്ചാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഹോട്ട് ഓയിൽ ബോഡി മസാജിനെ കുറിച്ചാണ്. കാരണം നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഹോട്ട് ഓയിൽ മസാജിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് വീഡിയോസ്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഈ രണ്ട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ബോഡിയിൽ മസാജ് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഓയിൽ എടുക്കുകയാണ്. എടുത്തിട്ടുള്ള ഓയിൽ ദേഹത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ദേഹത്തിലെ ഓരോ ജോയിൻറ്റ്സ്, അതായത് ഇപ്പോൾ ഷോൾഡർ ജോയിൻറ്റ്സ് ആവാം, നീ ജോയിൻ്റ് ഉണ്ട് നമുക്ക്, അതുപോലെ എൽബോ ജോയിൻ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ ജോയിൻറ്റ്സിലും നമ്മൾ റൗണ്ട് മസാജസ് ആണ് കൊടുക്കുക. ബാക്കിയുള്ളവർക്ക് നമുക്ക് നോർമൽ മസാജസ് കൊടുക്കാവുന്നതാണ്. അബ്ഡോമൻ ഏരിയയിൽ, വയറിൻ്റെ ഭാഗം, അതുപോലെ ചെസ്റ്റ് ഏരിയയിൽ, അതുപോലെ തന്നെ പുറം ഭാഗത്തൊക്കെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ റൗണ്ട് മസാജാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബോഡി മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ നോർമലി നമ്മൾ മസാജ് ചെയ്യുന്ന പോലെ മസാജ് ചെയ്യാവുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഫേസ് മസാജസ് ആണ്. അപ്പോൾ ഫേസ് മസാജ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഫേസ് മസാജ് ചെയ്യുന്ന നേരത്തെ നമുക്ക് ആദ്യം തന്നെ തുടങ്ങേണ്ടത് നെക്കിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു നെക്ക് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് പ്രായമൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മുടെ സ്കിൻ തൂങ്ങാനും റിങ്കിൾസ് വരാനും അതുപോലെ ഡബിൾ ചിന്നുള്ള ആളുകളല്ലേ വണ്ണൊക്കെ കൂടുമ്പോൾ ഡബിൾ ചിന്നാവാനും ചില ആളുകൾക്ക് ഇവിടെയൊക്കെ ഫാറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. നമ്മളെപ്പോഴും അപ്പോ ഡിറക്ഷനിൽ വേണം മസാജ് കൊടുക്കാൻ. അപ്പോ ഡിറക്ഷൻ മസാജ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ ഭയങ്കരമായിട്ട് സ്കിൻ തൂങ്ങാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ആദ്യം തന്നെ നമുക്ക് നെക്ക് മസാജ് ഒക്കെ. അപ്പോൾ ഈ ഒരു ബോണിനെയാണ് നമ്മൾ ക്ലാവിക്കൽ ബോൺ എന്ന് പറയുക. നമ്മുടെ ബ്യൂട്ടി ബോൺ അല്ലെങ്കിൽ ക്ലാവിക്കൽ ബോൺ എന്ന് പറയുന്നത് ഈ ഒരു ബോണിനെയാണ്. കോളർ ബോൺ എന്നും പറയും. ഇതാണ് നമ്മുടെ ക്ലാവിക്കലൊക്കെ. അപ്പോൾ ഈ ക്ലാവിക്കൽ എന്ന് പറയുന്ന ഈ ഒരു ബോണിൻ്റെ ഇവിടെ നിന്ന് അപ്പോർഡിലേക്ക് വേണം നമുക്ക് മസാജ് ചെയ്യുക. അതായത് ഇവിടെ നിന്ന് ചെവിയുടെ ഈ ഒരു ഭാഗത്തേക്ക് മസാജ് ചെയ്യുക. ഈ ഒരു മസാജ് 5 ടൈംസ് വേണം കൊടുക്കാനായിട്ട്. അതുപോലെ ഈ ഒരു ഏരിയയിൽ, മീഡിയൽ ഏരിയയിൽ വരുന്ന സമയത്ത് മസാജ് കൊടുക്കേണ്ടത് അപ്പോ ഡിറക്ഷനിലേക്കാണ്, ചിന്നിൻ്റെ താഴേക്കാണ്. ഇങ്ങനെ നെക്കിൽ ഒരു 5 ടൈംസ് മസാജാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് വരുന്നത് നമ്മുടെ ജോ ലൈൻ ഏരിയ ആണ്. അതായത് ഈ ഒരു ചിന്നിൻ്റെ ഏരിയ ആണ്. ഈ ഒരു ഏരിയയിൽ മസാജ് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ചെവിയുടെ ഭാഗത്തേക്കാണ്. ഏതൊരു മസാജ് നമ്മൾ കൊടുക്കുമ്പോഴും മീഡിയലിൽ നിന്നും ലാറ്ററലിലേക്കാണ് മസാജ് കൊടുക്കുക. ലാറ്ററലി അപ്വേർഡ്, അതായത് നമ്മൾ ഈ ഒരു ഭാഗം, ഇതാണ് നമ്മൾ മീഡിയൽ ഏരിയ അല്ലെ. ഈ നടുഭാഗത്തിൽ നമ്മൾ മീഡിയൽ ഏരിയ നിന്നും ദേഹത്തിൽ നിന്ന് പുറത്തേക്കുള്ള ഏരിയയെ നമ്മൾ ലാറ്ററൽ ഏരിയ നിന്നുമാണ് പറയുക. അപ്പോൾ ഈ മീഡിയൽ ഏരിയയിൽ നിന്നും ലാറ്ററൽ ഏരിയയിലേക്ക് അപ്പോ ഡിറക്ഷനിലാണ് നമ്മൾ ഫേഷ്യൽ മസാജസ് എല്ലാം തന്നെ കൊടുക്കേണ്ടത്. മസാജസ് എന്ത് തന്നെയാണെങ്കിലും 5 ടൈംസ് ഈച്ച് റിപ്പീറ്റേഷൻസ് ചെയ്യണം. ജോലൈൻ മസാജ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ചെവിയുടെ അവിടേക്ക് ലാറ്ററലി അപ്വേർഡ് കൊടുത്തു. ഇനി വരുന്നത് ചിന്നേരിയാണ്. ചിന്നിലും അതുപോലെ അപ്പർ ലിപ്പ് ഏരിയയിലും നമുക്ക് സിംഗിൾ ഫിംഗർ മസാജസ് കൊടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ സിംഗിൾ ഫിംഗർ മസാജസ് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചിൻ ഏരിയയിൽ നിന്നും ലാറ്ററലി അപ്വേർഡായിട്ട് മസാജ് 2 സൈഡിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതുപോലെ കണ്ടോ ഇങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. ഇതാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കൊടുക്കേണ്ട മസാജ്. ഇതും 5 ടൈംസ് വേണം ചെയ്യാനായിട്ട്. ഇനി വരും നമ്മുടെ ചീക്കാണ്. ചീക്ക് ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ ഫിസ്റ്റ് കൊണ്ട് മസാജ് കൊടുക്കാം. ഫിസ്റ്റ് കൊണ്ട് റൗണ്ടായിട്ട് നമുക്ക് മസാജ് കൊടുക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ നോസിൻ്റെ സൈഡിൽ നിന്നും ലാറ്ററലി അപ്വേർഡായിട്ടുള്ള മസാജസ് ആണ്. എല്ലാ സ്റ്റെപ്സും 5 ടൈംസ് തന്നെ ചെയ്യാം. ഈ കണ്ണിൻ്റെ ഏരിയ വരുമ്പോൾ താഴെ നിന്നും ചെവിയുടെ ഈ സൈഡിലേക്ക്. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള മസാജ്. ഇതും 5 ടൈംസ് തന്നെ ചെയ്യണം. ഇനി നമുക്ക് നോസ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ നോസ് മുകളിലേക്കാണ് മസാജ് കൊടുക്കുക. നോസിൻ്റെ ഈ സൈഡുകൾ മാത്രം നമ്മൾ ടച്ച് ചെയ്തിട്ട് കണ്ടോ, ഈ ഫിംഗർ ടിപ്സ് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ് കൊടുക്കുക. ഇനി ഐ എന്ന് പറയുമ്പോൾ നമുക്ക് 1 ഫിംഗർ മസാജ് കൊടുക്കാം ഐയുടെ ചുറ്റും. ഇനി നമുക്ക് 2 ഫിംഗർ മസാജ് കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് 3 ഫിംഗർ മസാജസ് കൊടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെ 5 ടൈംസ് തന്നെ നിർബന്ധമായിട്ടും കൊടുക്കണം. നമുക്ക് 4 ഫിംഗേഴ്സ് വെച്ചിട്ട് നമുക്ക് മസാജസ് കൊടുക്കാനായിട്ട് പറ്റും. ഇതാണ് നമുക്ക് ഐയിൽ കൊടുക്കാനുള്ള മസാജ്. ഇനി ഐബ്രോയിൽ മസാജ് കൊടുക്കുന്ന സമയത്ത് ഐബ്രോ നമ്മളിങ്ങനെ ക്യാച്ച് ചെയ്തിട്ട് ഈ ബോണിന് അനുസരിച്ചാണ് മസാജ് കൊടുക്കേണ്ടത്. ഇതും 5 ടൈംസാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഈ ഒരു ബോണിനെ ബേസ് ചെയ്തിട്ടുള്ള മസാജാണ് കൊടുക്കേണ്ടത്. ഈ ഒരു ബോണിനെ വെച്ചിട്ടാണ് മസാജ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നെറ്റിയാണ് അല്ലേ. നെറ്റിയിൽ നമുക്ക് ഇതുപോലെ തന്നെ മീഡിയലിൽ നിന്ന് ലാറ്ററൽ സൈഡിലേക്ക്
മസാജ് കൊടുക്കാനായിട്ട് പറ്റും. അതായത് മീഡിയൽ ടു ലാറ്ററൽ ഇങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 8 എഴുതാൻ പറ്റും അല്ലേ, 8 എന്ന് എഴുതി പോകാനായിട്ട് പറ്റും. പിന്നെ 2 സൈഡിൽ നിന്നും ഇവിടേക്ക് പ്രഷർ കൊടുക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മസാജ് അപ്പോർഡ് ഡയറക്ഷനിലേക്കുള്ള മസാജസ് ആണ്. പിന്നെ വീണ്ടും മീഡിയൽ ടു ലാറ്ററൽ മസാജസ് കൊടുക്കുക. മെയിനായിട്ടും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് മസാജസ് വരുന്നുണ്ട്. ഇത്രയും സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സാണ്. ഇനി ഇതല്ലാതെ ഒരുപാട് സ്റ്റെപ്സ് അഡീഷണലി ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു കോസ്മെറ്റിക് ക്ലിനിക്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റെപ്സ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫേഷ്യൽ മസാജസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫേഷ്യലോ ക്ലീനപ്പോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന മസാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും അഡീഷണലി സ്റ്റെപ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള മസാജസ് ആയിരിക്കും. ഒരുപാട് റിലാക്സിങ് ആയിട്ടുള്ള മസാജസ് ആയിരിക്കും. പിന്നെ ഓരോരുത്തരുടെ ഫേസ് അനുസരിച്ച് ഇപ്പോൾ ഡബിൾ ചിൻ ഉള്ള ഒരാൾക്ക് ചെയ്യേണ്ട മസാജസ്, അതുപോലെ ചീക്ക് കുറവുള്ള ആൾക്ക് ചെയ്യേണ്ട മസാജ്, ഒരുപാട് ചീക്കുള്ള ആൾക്ക് ചെയ്യേണ്ട മസാജ്, അങ്ങനെ മസാജസ് പലതരമുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ജനറൽ മസാജാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സൊക്കെ നാളത്തെ നമ്മുടെ ഹോട്ട് ഓയിൽ മസാജ് വീഡിയോയിൽ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സ്കിപ്പ് ചെയ്യാതെ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് വഴി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ. സൈനിങ് ഓഫ് ഫ്രം ആയുർപദ്മ.